ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ 2ൻ്റെ ലാസ്റ്റ് കുറച്ച് പോർഷൻസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് തിയറീസ് അബൌട്ട് റൈറ്റ് ആക്ഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ എത്തിക്കൽ തിയറീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ an engineer with ethics is a person who is expected to possess the moral integrity with rich ethical values. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം എൻജിനീയർ റിലേറ്റഡോ ഓർഗനൈസേഷൻ റിലേറ്റഡൊക്കെയാണ് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ എൻജിനീയർ വിത്ത് എത്തിക്സ് എന്ന് പറഞ്ഞാൽ അത് സിംപ്ലി എ പേഴ്സൺ ഹു ഈസ് എക്സ്പെക്റ്റഡ് ടു പോസസ് ദ മോറൽ ഇൻറ്റഗ്രിറ്റി വിത്ത് റിച്ച് എത്തിക്കൽ വാല്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മോറൽ വാല്യൂസ് നല്ല രീതിയിൽ കീപ്പ് ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അതായത് എൻജിനീയർ വിത്ത് എത്തിക്സ് ഉള്ള ഒരാളെ നമുക്ക് അയാൾ എപ്പോഴും എന്തായിരിക്കും മോറൽ വാല്യൂസ് നല്ല രീതിയിൽ ഹയർ ഡിഗ്രിയിൽ അത് കീപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തിക്കൽ തിയറീസ് പലരുടെയും പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കേസാണ് ടൈപ്സ് ഓഫ് എത്തിക്കൽ തിയറീസ് ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് എത്തിക്കൽ തിയറീസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദി എത്തിക്സ് എ പേഴ്സൺ ഈസ് ഇൻറ്റൻഡഡ് ടു ഫോളോ. സിമ്പിളായിട്ട് പറഞ്ഞാൽ 4 തിയറീസ് വെയർ പോസ്റ്റുലേറ്റഡ് ബൈ 4 ഡിഫറെൻറ്റ് ഫിലോസഫേഴ്സ്. അപ്പം നമ്മൾ ടൈപ്സ് ഓഫ് എത്തിക്കൽ തിയറീസ് നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ്, 4 തിയറീസ് 4 ഡിഫറെൻറ്റ് ഫിലോസഫേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ മീൻ എത്തിക്സ്, ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ്, റൈറ്റ് ബേസ്ഡ് എത്തിക്സ്, യൂട്ടിലിറ്റേറിയൻ എത്തിക്സ്. അപ്പം 4 ഡിഫറെൻറ്റ് ഏരിയ റിലേറ്റ് ചെയ്തിട്ടാണ് ഗോൾഡൻ മീൻ, ഡ്യൂട്ടി ബേസ്ഡ്, റൈറ്റ് ബേസ്ഡ്, യൂട്ടിലിറ്റേറിയൻ എത്തിക്സ്. ഓക്കെ, അപ്പം ആക്ച്വലി നമ്മളെ എത്തിക്സ് അല്ല ഒരു പേഴ്സൺ എത്തിക്സ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് അതായത് കുറച്ച് കാര്യങ്ങൾ മോറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുക, കീപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ദീസ് തിയറീസ് ഹാവ്സ് ടു ക്രിയേറ്റ് ഫണ്ടമെൻ്റൽസ് ഓഫ് ഒബ്ലിഗേഷൻ സ്യൂട്ടബിൾ ആൻഡ് ആപ്ലിക്കബിൾ ടു പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ കണ്ടക്ട് ഓഫ് എ പേഴ്സൺ ഇൻ ഹിസ് എവറിഡേ ലൈഫ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ സ്യൂട്ടബിൾ അല്ലെ ആപ്ലിക്കബിൾ ആകുന്ന കുറച്ച്, അതായത് പ്രൊഫഷണൽ ആയാലും പേഴ്സണൽ ലൈഫിലും നമുക്ക് സ്യൂട്ടബിൾ അല്ലെ ആപ്ലിക്കബിൾ ആകുന്ന കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് തിയറിയെ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗോൾഡൻ മീൻ എത്തിക്സ്, ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ്, റൈറ്റ് ബേസ്ഡ് എത്തിക്സ്, യൂട്ടിലിറ്റേറിയൻ എത്തിക്സ്. ഓക്കെ, എത്തിക്കൽ തിയറീസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം ഏതാണ് ഗോൾഡൻ മീൻ എത്തിക്കൽ തിയറി. ഓക്കെ, ഗോൾഡൻ മീൻ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ മീൻ എത്തിക്കൽ തിയറി, അതായത് ദിസ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ അരിസ്റ്റോട്ടിൽ. അപ്പം നാം പറഞ്ഞല്ലോ ഡിഫറെൻറ്റ് തിയറീസ് ഉണ്ട്. 4 ഡിഫറെൻറ്റ് ഫിലോസഫേഴ്സിനെ ബേസ് ചെയ്തിട്ട് അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്, ഫിലോസഫറാണ് അത് ഡീറ്റെയിൽസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കാം അത് പറഞ്ഞിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ദിസ് തിയറി ദ സൊല്യൂഷൻ ടു എ പ്രോബ്ലം ഈസ് ഫൗണ്ട് ബൈ അനലൈസിങ് ദ റീസൺ ആൻഡ് ദി ലോജിക്. അപ്പം സൊല്യൂഷൻ ടു എ പ്രോബ്ലം ഈസ് ഫൗണ്ട്, എങ്ങനെയായിരിക്കാം ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ബൈ അനലൈസിങ് ദ റീസൺ ആൻഡ് ദി ലോജിക്. അപ്പോൾ ആക്ച്വലി നമ്മൾ ആ റീസൺ എന്താണെന്നുള്ളതും അതോടൊപ്പം തന്നെ ലോജിക്കും അനലൈസ് ചെയ്ത്, അതായത് നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്ന പോലെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് പോലെ തന്നെ നമ്മളത് പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതെങ്ങനെ ചെയ്യും, അതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത് ആലോചിച്ചിട്ട് ആണ് നമ്മളതൊരു സൊല്യൂഷനിലോട്ട് എത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് അക്കോർഡിംഗ് ടു ദിസ് തിയറി ദ സൊല്യൂഷൻ ടു എ പ്രോബ്ലം ഈസ് ഫൗണ്ട് ബൈ അനലൈസിങ് ദ റീസൺ ആൻഡ് ദി ലോജിക്. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ എ മീൻ വാല്യൂ ഓഫ് സൊല്യൂഷൻ which will be between the extreme of excess and deficiency between, അതായത് ആക്ച്വലി ഗോൾഡൻ മീൻ എത്തിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദ എക്സ്ട്രീംസ് ഓഫ് എക്സസ് ആൻഡ് ഡെഫിഷ്യൻസി, അതായത് ഏറ്റവും ഹൈയും ഏറ്റവും ലോയ്ക്ക് ബിറ്റ്വീൻ ആയിരിക്കും എപ്പോഴും ഗോൾഡൻ മീൻ എത്തിക്കൽ തിയറി എന്താണ് അതായത് നിൽക്കുന്നത്. മീൻ വാല്യൂ ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞത്, അതായത് നമ്മൾ ഇതിനകത്ത് സൊല്യൂഷൻ ടു എ പ്രോബ്ലം കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം മീൻ വാല്യൂ ഓഫ് സൊല്യൂഷൻ അക്കോർഡിംഗ് ടു ഗോൾഡൻ മീൻ തിയറി എന്തായിരിക്കും? ബിറ്റ്വീൻ ദി എക്സ്ട്രീം ഓഫ് എക്സസ് ആൻഡ് ഡെഫിഷ്യൻസി. ഓക്കെ, അപ്പം നമ്മൾ ആക്ച്വലി ഒരു എക്സാമ്പിളായിട്ട് ജസ്റ്റ് പറയുകയാണെങ്കിൽ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഓഫ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് നൈദർ ബൈ അവോയ്ഡിങ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് സിവിലൈസേഷൻ നോർ ബൈ നെഗ്ലക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് കംപ്ലീറ്റ്ലി.
അല്ലേ? ശരിയാണ്. സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഓഫ് എൻവയൺമെൻറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യാന്നുള്ളതാണ്. പക്ഷേ മീൻ സൊല്യൂഷൻ ദാറ്റ് വിൽ വർക്ക് ടുവേർഡ്സ് കൺട്രോളിങ് ദ പൊല്യൂഷൻ ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദ എൻവയൺമെൻറ്റ് വിൽ ഓൾസോ ഹെൽപ്പ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു മീൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കാം? പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാം, അല്ലേ? കൺട്രോൾ ചെയ്യുക, അതോടൊപ്പം തന്നെ എൻവയൺമെൻറ്റിനെ ഒന്നും കൂടെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മൾ കുറേ കാര്യങ്ങൾ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ ഗോൾഡൻ മീൻ തിയറിയിൽ, എത്തിക്കൽ തിയറിയിൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. എങ്ങനെയൊക്കെയാണ് നമ്മൾ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഫൗണ്ട് ചെയ്യുന്നത് എന്നുള്ള ഒക്കെ പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഗോൾഡൻ മീൻ? ആക്ച്വലി ഗോൾഡൻ മീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം? ഗോൾഡൻ മീൻ വെർഷ്യു ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് ദി വെർഷ്യു ഓഫ് റീച്ചിങ് എ പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ എക്സ്ട്രീംസ് ഇൻ കണ്ടക്ട്, ഇമോഷൻ, ഡിസയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ എന്തായിരിക്കും? എക്സ്ട്രീംസ് ഇൻ കണ്ടക്ട്, നമുക്ക് നമ്മുടെ ക്യാരക്ടേഴ്സാണ് കണ്ടക്ട്, ഇമോഷൻ, ഡിസയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പം ആക്ച്വലി പറഞ്ഞത് എക്സസ് ഡെഫിഷ്യൻസി ബിറ്റ്വീൻ ബാലൻസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദിസ് തിയറി ഫ്രേസ്ഡ് ബൈ അരിസ്റ്റോട്ടിൽ സ്റ്റേറ്റ്സ് ദാറ്റ് വെർച്യൂസ് ആർ ടെൻഡൻസീസ് ടു ഫൈൻഡ് ദി ഗോൾഡൻ മീൻ ബിറ്റ്വീൻ ദി എക്സ്ട്രീംസ് ഓഫ് ടു മച്ച്, ദാറ്റ് ഈസ് എക്സസ്, ആൻഡ് ടു ലിറ്റിൽ, ദാറ്റ് മീൻസ് ഡെഫിഷ്യൻസി വിത്ത് റിഗാർഡ് ടു പർട്ടിക്കുലർ ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ്സ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് എന്താണ് വാട്ട് ഈസ് ഗോൾഡൻ മീൻ എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ദ ഗോൾഡൻ മീൻ വെർഷ്യു ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് ദി വെർഷ്യു ഓഫ് റീച്ചിങ് പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ നമ്മുടെ ഗുഡ് ക്യാരക്ടേഴ്സ്, എക്സ്ട്രീംസ് ഇൻ കണ്ടക്ട്, ഇമോഷൻ, ഡിസയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. അതോടൊപ്പം തന്നെ എന്തായിരിക്കും? വെർച്യൂസ് ആർ ടെൻഡൻസീസ്. വെർച്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? നമ്മുടെ അതായത് നമ്മുടെ നല്ല ക്വാളിറ്റീസ് എന്ന് വേണമെങ്കിൽ കാണാം. ടു ഫൈൻഡ് ദ ഗോൾഡൻ മീൻ ബിറ്റ്വീൻ എക്സസ് ഡെഫിഷ്യൻസി വിത്ത് റിഗാർഡ് ടു പർട്ടിക്കുലർ ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ്സ്. നമ്മുടെ ജീവിത സാഹചര്യം, നമ്മുടെ ലൈഫിൻ്റെ ഒരു പോക്കനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സോ ഇതാണ്, അതായത് നമ്മൾ എന്താണ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു പ്രോബ്ലത്തിനെ നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് മാത്രം സൊല്യൂഷനിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് അടുത്ത എത്തിക്കൽ തിയറി? റൈറ്റ്സ് ബേസ്ഡ് എത്തിക്കൽ തിയറി. റൈറ്റ്സ് ബേസ്ഡ് എത്തിക്കൽ തിയറിയാണ് നെക്സ്റ്റ് വൺ. റൈറ്റ്സ് ബേസ്ഡ്, അപ്പം ഒരു ഫിലോസഫർ ഉണ്ടാവണം, ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫിലോസഫർ ഉണ്ടായിരിക്കണം. ദ റൈറ്റ്സ് ബേസ്ഡ് എത്തിക്കൽ തിയറി വാസ് പ്രൊപ്പോസ്ഡ് ബൈ ജോൺ ലോക്ക്. ഓക്കെ, എന്തായിരിക്കാം അദ്ദേഹം സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ദിസ് തിയറി, ദ സൊല്യൂഷൻ ടു എ പ്രോബ്ലം ഈസ് ബൈ റിയലൈസിങ് ദാറ്റ് എവരി പേഴ്സൺ ഹാസ് എ റൈറ്റ് ടു ലീവ്. അതായത് നമ്മൾ ഒരു പ്രോബ്ലം സൊല്യൂഷൻ, അതായത് എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് പ്രോബ്ലം ആയാലും സൊല്യൂഷനിലോട്ട് എത്തുമ്പം പേഴ്സൺസിനെ കൺസിഡർ ചെയ്യണം. അതായത് എല്ലാ പേഴ്സൺസിനും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വേണം നമ്മളൊരു പ്രോബ്ലത്തിനെ സൊല്യൂഷനിലോട്ട് എത്തിക്കാനായിട്ട്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ദ സൊല്യൂഷൻ ടു എ പ്രോബ്ലം is by realizing that every person has a right to live, that is live and let live is the philosophy behind this theory. Okay, the rights of a person towards life, health, liberty, possession, extra taken care of under this theory. അപ്പം എല്ലാവർക്കും അവകാശമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മുടെ റൈറ്റ്സ് ബേസ്ഡ് എത്തിക്കൽ തിയറി എന്താ പറയുക സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് നെക്സ്റ്റ് ഒന്നും കൂടെ നമുക്ക് വാട്ട് ഡസ് ഇറ്റ് മീൻ, അതായത് എന്താണ് റൈറ്റ്സ് ബേസ്ഡ് ഫിലോസഫി അല്ലെ എത്തിക്കൽ തിയറി മീൻ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. റൈറ്റ് ബേസ്ഡ് എത്തിക്സ് ഈസ് ദ റെക്കഗ്നീഷൻ ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി അറ്റ് ഇറ്റ്സ് മോസ്റ്റ് ബേസിക് ഫോം. ഓക്കെ, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോമിൽ എല്ലാവിധ റൈറ്റ്സോടും കൂടി എല്ലാവർക്കും ഈക്വലായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം. ദ എത്തിക്സ് റെഫേഴ്സ് ടു ദ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് വെദർ ദേ ആർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. എവരി വൺ ഹാസ് എ റൈറ്റ് ടു ലീവ്, ലിബർട്ടി ആൻഡ് ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. സിമ്പിളായിട്ട് അത്രേ റൈറ്റ്സ് ബേസ്ഡ് എത്തിക്കൽ തിയറിയും കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് ഈസ് ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്കൽ തിയറിയാണ്. എന്തായിരിക്കാം, ആരായിരിക്കാം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? ദ ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്കൽ തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ ഇമ്മാനുവൽ കന്റ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കാം ആ ഫിലോസഫർ അതിനകത്ത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ദിസ് തിയറി എവരി പേഴ്സൺ ഹാസ് എ ഡ്യൂട്ടി ടു ഫോളോ വിച്ച് ഈസ് അക്സെപ്റ്റഡ് യൂണിവേഴ്സലി വിത്ത് നോ എക്സെപ്ഷൻസ്. Okay, every person has a duty to follow which is accepted universally. എന്തൊക്കെ നമുക്ക് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്യണം വിത്തൗട്ട് നോ എക്സെപ്ഷൻസ്.
ഓക്കെ, അപ്പം an example of this can be expecting all to be honest, kind, generous and peaceful. അതായത് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് വിത്ത് നോ എക്സെപ്ഷൻസ്, അല്ലേ? പ്രത്യേകിച്ച് എക്സെപ്ഷൻസ് ഒന്നുമില്ല. അപ്പം യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹോണസ്റ്റ്, കൈൻഡ്, ജനറസ് ആൻഡ് പീസ്ഫുൾ. ഓക്കെ, എന്തായിരിക്കാം? വാട്ട് ആർ ദീസ് എത്തിക്സ്? എന്തൊക്കെയായിരിക്കാം ഇതിനകത്ത് പറയുന്നത്? സം മോറൽ വാല്യൂസ്. എവരി വൺ ഈസ് ബൗണ്ട് ടു ഫോളോ സം മോറൽ വാല്യൂസ്. എല്ലാവരും മോറൽ വാല്യൂസ്, മോറൽ ലോസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്താ ഈ ഒരു തിയറിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്കൽ തിയറി. ഇറ്റ് ഈസ് എ ചോയ്സ് വി മേക്ക് ടു ബി മോറലി സൗണ്ട് ദോ വി ഹാവ് ചാൻസസ് ടു ഡു എനിത്തിങ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് വെർച്യു, അതായത് നമ്മൾ ഇതിനെ അതിൻ്റെ തിയറിയെ ബേസ് ചെയ്തിട്ട് 4 ബേസിസിൽ ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ദർ ആർ 4 വെർച്യൂസ് ദാറ്റ് കം അണ്ടർ ദിസ് ലോ. അപ്പം 4 ഏതൊക്കെയാണ് ബേസിസ് എന്ന് നോക്കാം. വെർച്യൂസ്. പ്രൂഡൻസ്. പ്രൂഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എവരി ഇൻഡിവിജ്വൽ ഹാസ് ഡ്യൂട്ടീസ് വിച്ച് ഷുഡ് ബി ഡൺ വിത്തൗട്ട് എനി എക്സെപ്ഷൻ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അതായത് ദ ക്വാളിറ്റി ഓഫ് പ്രൂഡൻസ് സ്റ്റേറ്റ്സ് ദാറ്റ് every individual has a life that should be respected and every individual has duties which should be done without any expectation എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാവർക്കും ആ പ്രൂഡൻസ് എന്ന് പറയുന്ന ക്വാളിറ്റി സ്റ്റേറ്റ് ചെയ്യുന്ന എന്താണ്? എല്ലാ ഇൻഡിവിജ്വൽസിനും ജീവിക്കാനുള്ള അവകാശമുണ്ട്, അത് റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ എല്ലാ ഇൻഡിവിജ്വൽസിനും ഡ്യൂട്ടീസ് ഉണ്ട്, അത് നമ്മൾ എക്സെപ്ഷൻസ് ഒന്നുമില്ലാതെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പ്രൂഡൻസ് എന്ന് പറയുന്ന വർഷവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൺ ഷുഡ് ഓൾവേസ് ബി കോഷ്യൻസ് ടു പെർഫോംസ് വൺസ് ഡ്യൂട്ടീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറൻസ് ആണ്. ഓക്കെ, ടെമ്പറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെംപ്റ്റേഷൻസ്. ടെമ്പറൻസ് ഈസ് ദ വോളണ്ടറി സെൽഫ് റെസ്ട്രെയിൻ ഫ്രം ദി അട്രാക്ഷൻസ്. അതായത് ആത്മസംയമനം എന്ന് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ടെംപ്റ്റേഷൻസ്, അല്ലേ? നമ്മൾ ടെംപ്റ്റ് ചെയ്യുക, അതായത് നമ്മൾ പല കാര്യങ്ങൾ നമ്മളെ അട്രാക്റ്റ് ചെയ്തേക്കാം, പക്ഷേ നമ്മൾ എത്തിക്കൽ വാല്യൂസ്, മോറൽ ലോസൊക്കെ വെച്ചിട്ട് നമ്മളതിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ടെംപ്റ്റേഷൻസ് ദാറ്റ് മൈ ലീഡ് ടു ദ വയലേഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് എത്തിക്സ് ഹാവ് ടു ബി റെസ്ട്രെയിൻ. അപ്പം അത് മേ ബി വയലേഷൻ ഓഫ് ഡ്യൂട്ടീസ് ആവാം, എത്തിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആയിരിക്കാം. ഓക്കെ, അപ്പം നോ ഫോൾസ് പ്രൊമിസസ് ആർ ടു ബി മെയ്ഡ് ആസ് ദേ കോൺട്രഡിക്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്യൂട്ടീസ്. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് ടെമ്പറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? ടെംപ്റ്റേഷൻസ് ദാറ്റ് മൈ ലീഡ് ടു ദി വയലേഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് എത്തിക്സ് ഹാവ് ടു ബി റെസ്ട്രെയിൻഡ്. ഓക്കെ, ദെൻ ഫോർട്ടിറ്റ്യൂഡ്. എന്തായിരിക്കാം ഫോർട്ടിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു സെൽഫായിട്ട് ഒരു ഫോർട്ടിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഈസ് ദ സെൻസ് ഓഫ് ഹാവിങ് ടോളറൻസ്, അല്ലേ? സെൻസ് ഓഫ് ഹാവിങ് ടോളറൻസ് എന്നാണ് ഫോർട്ടിറ്റ്യൂഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോ പെർഫെക്ഷൻ ക്യാൻ ബി മെയിൻറ്റെയിൻ ഇഫ് ഹാപ്പിനെസ് അലോൺ ഈസ് സോട്ട് ആൻഡ് നോ ഹാപ്പിനെസ് ഈസ് അച്ചീവ്ഡ് ഇഫ് പെർഫെക്ഷൻ അലോൺ ഈസ് സോട്ട്. ബോത്ത് മേ ഓർ മേ നോട്ട് ഗോ വിത്ത് ഈച്ച് അതർ. ഓക്കെ, നമുക്കൊരു മനക്കരുത്തുണ്ടായിരിക്കണം. ഇസ് ദ സെൻസ് ഓഫ് ഹാവിങ് ടോളറൻസ്. അപ്പം അതായത് നമ്മൾ നോ പെർഫെക്ഷൻ ക്യാൻ ബി മെയിൻറ്റെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസിനനുസരിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ജസ്റ്റിസ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ട്രൂത്ത് ആൻഡ് ഫെയർനെസ്, അല്ലേ? എവരി ഇൻഡിവിജ്വൽ ഈസ് എ ഹ്യൂമൻ ബീങ് വിത്ത് എ സെറ്റ് ഓഫ് ഇൻട്രിൻസിക് വാല്യൂസ് ആൻഡ് മോറൽസ്, അല്ലേ? അപ്പം എല്ലാവരും ട്രൂത്ത് ആൻഡ് അതായത് അങ്ങനെ ഉദ്ദേശിക്കുന്നു, അപ്പം അങ്ങനെ ആവാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 4 വെർച്യൂസ് ദാറ്റ് കം അണ്ടർ ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്കൽ തിയറിയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ യൂട്ടിലിറ്റേറിയൻ എത്തിക്കൽ തിയറി, അല്ല യൂട്ടിലിറ്റേറിയൻ എത്തിക്സ്. ഓക്കെ, പ്രപ്പോസ്ഡ് ബൈ ആരായിരിക്കും? ജോൺ സ്റ്റോർട്ട്. ഓക്കെ, യൂട്ടിലിറ്റേറിയൻ എത്തിക്സ് വാസ് പ്രപ്പോസ്ഡ് ബൈ ജോൺ സ്റ്റോർട്ട്. എന്തായിരിക്കാം സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ദിസ് തിയറി ദ ഹാപ്പിനെസ് ഓർ പ്ലെഷർ ഓഫ് എ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി ഈസ് കൺസിഡേർഡ് ആസ് ദി ഗ്രേറ്റസ്റ്റ് ഗുഡ്. അപ്പോൾ യൂട്ടിലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ അത് തന്നെ സൊസൈറ്റി അല്ല ഒരു ഗ്രൂപ്പ്, നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഹാപ്പിനെസ് അല്ലെ പ്ലെഷർ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുക എന്ന് കൺസിഡേർഡ് ആസ് ഗ്രേറ്റസ്റ്റ് ഗുഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നല്ല രീതിയിൽ സന്തോഷം, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകാവുന്ന കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ചില ഒരു പാർട്സിനെ മാത്രമായിരിക്കും അത് സന്തോഷം കൊടുക്കുന്നത്, അങ്ങനെയല്ല, കൂടുതൽ ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകാവുന്ന കാര്യങ്ങളായിരിക്കണം
ചെയ്യേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് ഫിലോസഫി ആൻ ആക്ഷൻ ഈസ് മോറലി റൈറ്റ് ഇഫ് ഇറ്റ്സ് കോൺസിക്വൻസസ് ലീഡ് ടു ഹാപ്പിനെസ് ഓഫ് പീപ്പിൾ ആൻഡ് റോങ് ഇഫ് ദ ലീഡ് ടു ദെയർ അൺഹാപ്പിനെസ് ആണ് സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് നമ്മൾ റിസർവേഷൻ സിസ്റ്റം ഉണ്ട് എഡ്യൂക്കേഷൻ ആൻഡ് ഗവൺമെൻറ് ജോബ്സിന്. അപ്പം നമ്മളത് എടുത്ത് മാറ്റുവാണെങ്കിൽ റിമൂവൽ ഓഫ് റിസർവേഷൻ സിസ്റ്റം ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഗവൺമെൻറ് ജോബ്സ് വിച്ച് ക്യാൻ റിയലി ബെനിഫിറ്റ്സ് ദ ടാലൻറ്റഡ് ബട്ട് ദിസ് ക്യാൻ ഹാവ് എ ഇമ്പാക്റ്റ് ഓൺ ദി റൈറ്റ്സ് ഓഫ് ദി മൈനോറിറ്റീസ്. അതാണ് യൂട്ടിലിറ്റേറിയൻ എത്തിക്സ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായിരിക്കാം നമ്മൾ അതാണ് യൂട്ടിലിറ്റേറിയൻ എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദെയർ ആർ 2 മെയിൻ ടൈപ്സ് ഓഫ് യൂട്ടിലിറ്റേറിയനിസം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആക്റ്റും റൂളാണ്. ഓക്കെ, ആക്ട് യൂട്ടിലിറ്റേറിയനിസം ഉണ്ട്. എന്തായിരിക്കും? പർട്ടിക്കുലർ ആക്ഷൻ ഈസ് റൈറ്റ് ഇഫ് ഇറ്റ് ഈസ് ലൈക്ലി ടു പ്രൊഡ്യൂസ് ദ ഹയർ ലെവൽ ഓഫ് ഗുഡ് ഫോർ ദ മോസ്റ്റ് പീപ്പിൾ ഇൻ എ ഗിവൺ സിറ്റുവേഷൻ കമ്പയർ ടു ഓൾട്ടർനേറ്റീവ് ചോയ്സസ് ദാറ്റ് മൈറ്റ് ബി മെയ്ഡ്. അതായത് നമ്മളൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് ഓക്കെയാണ്, ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അത് ഓക്കെയാണ്. അതായത് ഹയർ ലെവൽ ഓഫ് ഗുഡ് ഫോർ അത് കൂടുതൽ ആൾക്കാരെ അത് നല്ല രീതിയിൽ നല്ലതായിരിക്കാം നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അതായത് അതിന് വേറൊരു സൊല്യൂഷൻ, കറക്റ്റായിട്ടൊരു തീരുമാനം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും നമ്മളത് വേറൊരു തീരുമാനത്തിലോട്ട് പോകാതെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അത് ആൾക്കാർക്ക് നല്ലതായിട്ട് വരുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചു. ഇത് ആക്ട് യൂട്ടിലിറ്റേറിയനിസം ഫോക്കസ് ഓൺ ഈച്ച് സിറ്റുവേഷൻ ആൻഡ് ദ ഓൾട്ടർനേറ്റീവ് ആക്ഷൻസ് പോസിബിൾ ഇൻ ദി സിറ്റുവേഷൻ. പക്ഷേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആക്ഷനും ഉണ്ടാവാം, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആക്ഷനും ഉണ്ടാവാം. പക്ഷേ അക്കോർഡിംഗ് ടു ദീസ് തിയറി state that a particular action is right if it is likely to produce the higher level of good for the most people in a given situation compared to alternative choices that might be made. Okay, then rule utilitarianism എന്തായിരിക്കാം? Right actions are those required by rules that produce a higher level of good for the most people. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ റൂൾ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആക്ഷൻസ് ആർ ദോസ് റിക്വയർഡ് ബൈ റൂൾസ് ദാറ്റ് പ്രൊഡ്യൂസ് എ ഹയർ ലെവൽ ഓഫ് ഗുഡ് ഫോർ ദി മോസ്റ്റ് പീപ്പിൾ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് നമ്മൾ എന്താണ് 2 യൂട്ടിലിറ്റേറിയനിസം ഉണ്ട്, റൂൾ ബേസ്ഡ് ആൻഡ് ആക്ട് ബേസ്ഡ്. ഓക്കെ, ദെൻ അപ്പം നമ്മളിപ്പം ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എത്തിക്കൽ തിയറീസാണ്. 4 പോയിൻ്റ് ഓഫ് വ്യൂവിൽ എത്തിക്കൽ തിയറീസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് 4 ഫിലോസഫേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഉള്ളതാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻട്രസ്റ്റ്. അത് നമുക്ക് ഓരോരുത്തർക്കും ഇൻബിൽറ്റ് ആയിട്ടുണ്ടാകേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് നത്തിങ് ബട്ട് വൺസ് പേഴ്സണൽ ഗുഡ്. ഓരോരുത്തരുടെ സെൽഫ് ഇൻട്രസ്റ്റ് ആണ്, എന്താണ് ചോയ്സസ് ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് സിമ്പിളായിട്ട് ഇറ്റ് റെഫേഴ്സ് ടു ദ ഗുഡ്നെസ് ഓഫ് വൺസ് ഇൻ ദി ലോങ് റൺ. ഓക്കെ, അപ്പം എല്ലാ എത്തിക്കൽ തിയറീസും എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റെസ്പെക്റ്റ്, അതായത് നമ്മൾ യൂട്ടിലിറ്റേറിയൻ തിയറി സ്റ്റേറ്റ് ചെയ്തപ്പം വൺസ് ഓൺ ഗുഡ് ആസ് വെൽ ആസ് ദ ഗുഡ്സ് ഓഫ് അതേഴ്സ്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഇപ്പം മേളിലൊക്കെ ഡിസ്കസ് ചെയ്തത് എല്ലാം നമ്മൾ സെൽഫ് ഇൻട്രസ്റ്റും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റും ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ്. മൊറാലിറ്റി എസെൻഷ്യലി നീഡ്സ് എ വില്ലിങ്നെസ് ഓൺ ദ പാർട്ട് ഓഫ് ബോത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് കോർപ്പറേഷൻസ് ടു പ്ലേസ് ദം റെസ്ട്രിക്ഷൻസ് ഓൺ ദ പർസ്യൂട്ട് ഓഫ് പ്രൈവറ്റ് സെൽഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പം എല്ലാം അതായത് ഒരു പരിധി വരെ എല്ലാവരും എന്താ പറയുക ഇൻഡിവിജ്വൽസ് കോർപ്പറേഷൻസ് എന്താണ് എല്ലാവരും ഒരു പരിധി വരെ ഇൻഡിവിജ്വൽസിൻ്റെ ആയാലും കോർപ്പറേഷൻ നമ്മൾ എവിടെ ആയിരിക്കുന്നോ സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വയം നമ്മൾ ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസാണ്, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങളാണ്. അത് കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഇത് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റംസ് ആൻഡ് റിലീജിയൻ. നമുക്കറിയാം നമ്മുടെ അതായത് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതനുസരിച്ച് എന്താ പറയുക കുറേ അധികം കസ്റ്റംസ് ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതറിയാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് എന്താണ് കസ്റ്റംസ് ആൻഡ് റിലീജിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വെൻ വി ടോക്ക് അബൌട്ട് കസ്റ്റംസ് ആൻഡ് റിലീജിയൻ ദേ ആർ അതായത് ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ്. അതായത് റിലീജിയൻ അല്ലെ കസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആക്ച്വലി ഹിസ്റ്റോറിക്കൽ, അതായത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് അതായത് പാസ്റ്റിൽ നിന്ന് ഉണ്ടായി വന്നിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്.
ഓക്കെ. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ദേ ആർ റിലേറ്റഡ് ഹിസ്റ്റോറിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായ കുറച്ച് കാര്യങ്ങൾ, അതായത് അവർ മോറൽ വ്യൂസ് ഹാവ് ബീൻ ഷേപ്ഡ് ബൈ ദ മോസ്റ്റ് നോൺ സെൻട്രൽ മോറൽ വാല്യൂസ് വിതിൻ ദ മേജർ വേൾഡ് റിലീജിയൻസ്. അതായത് നമ്മുടെ വേൾഡ് റിലീജിയൻസിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആയിട്ടൊക്കെ അല്ല അതിനെ ഇൻസ്പയർ ആയിട്ടൊക്കെ വന്നിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ. അതായത് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ജൂഡോ ക്രിസ്ത്യൻ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലുള്ളതാണ്, ഇംഗ്ലണ്ട്, USA എക്സെട്ര. അതുപോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കൺട്രീസ്, അതായത് സൗദി അറേബ്യ, കുവൈറ്റ്, പാകിസ്ഥാൻ അങ്ങനെയുള്ള ഏരിയാസിലൊക്കെയാണ്. സോ അവിടെ നിന്നൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഇൻഹെറിറ്റ് അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന കുറച്ച് റിലീജിയസ് അല്ല ഡിവൈൻ അങ്ങനെയുള്ള കസ്റ്റംസ് ഒക്കെയാണ് ഫസ്റ്റ്ലി നമ്മൾ, അതായത് കസ്റ്റം അല്ല റിലീജിയൻ എന്ന ഒരു ടോപ്പിക്കിൽ വരുന്നത്, അതായത് ദേ ആർ റിലേറ്റഡ് ഹിസ്റ്റോറിക്കലി എന്ന് പറയുന്ന ഒരു കേസിൽ വരുന്നത്. ഓക്കെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീഫ്, അതായത് ട്രസ്റ്റ് ഗീവ്സ് ആൻ ഇൻസ്പിറേഷൻ ടു ബി മോറൽ എന്ന് പറഞ്ഞു. അതായത് കൂടുതൽ ആൾക്കാർക്കും ബിലീഫ്, അതായത് റിലീജിയസ് ബിലീഫ് അല്ലെ മോറൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സൈക്കോളജിക്കലി അതായത് മെൻ്റലി ഒക്കെ കുറേ ആൾക്കാർ കണക്റ്റഡ് ആയിരിക്കും. അപ്പം ആ ഒരു സപ്പോർട്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് മോട്ടിവേഷൻ, അതായത് പല കാര്യങ്ങൾ ചെയ്യാനും, അതായത് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് മോറൽ സപ്പോർട്ടൊക്കെ കിട്ടുന്നത് അങ്ങനെ ഒരു ബിലീഫായിരിക്കും. അതായത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സ്റ്റിൽ ഹാവിങ് ബിലീഫ്സ് ആൻഡ് ഷോ സം ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇന്നവിറ്റബിൾ സൈക്കോളജിക്കൽ കണക്ഷൻസ് ബിറ്റ്വീൻ ദെയർ മോറൽ ആൻഡ് റിലീജിയസ് ബിലീഫ്. ഓക്കെ. അപ്പം റിലീജിയസ് ബിലീഫും മോറൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കാം അവർക്ക് എന്താ പറയുക കൂടുതൽ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ ഇങ്ങനെയുള്ള ബിലീഫിൽ നിന്നായിരിക്കും കിട്ടുന്നത്. സോ ദിസ് ട്രസ്റ്റ് ഗീവ്സ് ആൻ ഇൻസ്പിറേഷൻ ടു ബി മോറൽ. ഓക്കെ. അപ്പം എന്താണ്, അതായത് റിലീജിയസ് വ്യൂസ് ഫ്രീക്വൻലി സപ്പോർട്ട് മോറൽ റെസ്പോൺസിബിലിറ്റി ബൈ പ്രൊവൈഡിങ് അഡീഷണൽ മോട്ടിവേഷൻ ഫോർ ബീങ് മോറൽ. അപ്പം നമുക്കൊരു മോട്ടിവേഷൻ, അതായത് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ മോട്ടിവേഷനും സ്ട്രെങ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് മോട്ടിവേറ്റിംഗ് റൈറ്റ് ആക്ഷൻ ബേസ്ഡ് ഓൺ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ. അതായത് സോഷ്യൽ ഫങ്ഷൻസ് ഓഫ് റിലീജിയൻ, അത് സോഷ്യലി എന്നൊക്കെ പറയുമ്പം ഫങ്ഷൻ ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റിംഗ് റൈറ്റ് ആക്ഷൻ ബേസ്ഡ് ഓൺ എത്തിക്കൽ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എന്താണ് ഈ റിലീജിയസ് ബിലീഫൊക്കെ നമുക്ക് കിട്ടും. അതായത് റിലീജിയൻ സപ്പോർട്ട് മെനി പീപ്പിൾ ടു ഫോളോ ദെയർ ബിലീഫ് ആൻഡ് പ്രൊമോട്ട് ടോളറൻസ് ആൻഡ് മോറൽ കൺസേൺ ഫോർ അതേഴ്സ്. അപ്പോൾ കുറേ അധികം റിലീജിയസ് ഫാക്ടേഴ്സും കസ്റ്റംസും ഒക്കെ അതർ പീപ്പിൾസിൻ്റെ മോറൽ കൺസേൺ കൊടുക്കാനും, അതായത് നമ്മൾ കുറച്ചധികം ചേഞ്ചസ് ഒക്കെ വരുത്താനും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. മെനി ഓഫ് ദ എഞ്ചിനീയേഴ്സ് ആർ മോട്ടിവേറ്റഡ് ബൈ ദ റിലീജിയസ് ബിലീഫ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് അസ് ടു സെറ്റ് എ ഹയർ മോറൽ സ്റ്റാൻഡേർഡ്സ്. അതായത് റിലീജിയൻസ് ഫോംസ് എ സെറ്റ് ഓഫ് ഹയർ മോറൽ സ്റ്റാൻഡേർഡ്സ്. അപ്പം അതായത് ഓരോ റിലീജിയനിൽ ചിലപ്പം നമ്മുടെ നൈബേഴ്സിനെ എന്താ പറയുക കൺസിഡർ ചെയ്യുക എന്നൊക്കെ പറയാം. അതായത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഫോക്കസ് ഇൻ ദ വെർച്യു ഓഫ് ഹോപ്പ്, ഫെയ്ത്ത് ആൻഡ് ലവ്. അതുപോലെ തന്നെ ബുദ്ധിസം എംപസൈസസ് എ ഫീലിംഗ് ഓഫ് പിറ്റി, കമ്പാഷൻ. ഇസ്ലാം പ്രഷ്യസ് ഇൻസെയിൻ, അതായത് ബീങ് റിലീജിയസ് ആൻഡ് പെർസ്യൂട്ട് ഓഫ് എക്സലൻസ്. അതായത് ഓരോ റിലീജിയസ് കമ്മ്യൂണിറ്റിയും ഓരോ റിലീജിയനും ഓരോരോ വ്യൂ ബേസ് ഫോക്കസ് വെർച്യു, അതായത് പല മൂല്യങ്ങളാണ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പം ഹോപ്പ്, ഫെയ്ത്ത്, ലവ്. അപ്പോൾ ഓരോ റിലീജിയനും ഓരോ ടൈപ്പ് ഓഫ് വിശ്വാസങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. സോ അതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ്. അപ്പം അങ്ങനെയുള്ള ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളിൽ ഓരോരുത്തർ ജീവിക്കുമ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ ഒക്കെ ഓട്ടോമാറ്റിക്, അതായത് മോറൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊക്കെയുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ കസ്റ്റംസ് ആൻഡ് റിലീജിയൻ. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസസ് ഓഫ് എത്തിക്കൽ തിയറീസ്. അതായത് നമ്മളിങ്ങനെ കുറേ എത്തിക്കൽ തിയറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അതെന്താണ് ആക്ച്വലി അങ്ങനെയുള്ള എത്തിക്കൽ തിയറീസൊക്കെ അതിൻ്റെ ആവശ്യങ്ങളുണ്ടോ, ഓക്കെ, അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ തിയറീസ് എയ്ഡ് ഇൻ ഐഡൻറ്റിഫൈയിങ് ദ മോറൽ കൺസിഡറേഷൻസ് ഓർ റീസൺസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഡിലേമ.
ഓക്കെ, അപ്പം നമ്മളൊരു പർട്ടിക്കുലർ അതായത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിലൊക്കെ നിൽക്കുവാണെങ്കിൽ നമുക്ക് എത്തിക്കൽ തിയറീസ് ഹെൽപ്പ് ചെയ്യും ഐഡൻറ്റിഫൈങ് ദ മോറൽ കൺസിഡറേഷൻസ് ഓർ റീസൺസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഡിലേമ. ഒരു പരിധിവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്, അല്ലെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് പ്രൊവൈഡ്സ് എ പ്രീസൈസ് സെൻസ് ഓഫ് ഇൻഫർമേഷൻ. അതായത് പർട്ടിക്കുലർ സിറ്റുവേഷനെ സോൾവ് ചെയ്യാനുള്ള റിലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഇൻഫർമേഷൻ എന്നുള്ളത്. ദേ പ്രൊവൈഡ് എ പ്രിസൈസ് സെൻസ് ഓഫ് വാട്ട് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആർ റിലവൻറ്റ് ടു സോൾവിങ് മോറൽ ഡെവലപ്മെൻറ്റ്. അപ്പം ഒരു സിറ്റുവേഷൻ അനുസരിച്ച് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഒരു പരിധിവരെ കിട്ടും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ദ റിലവൻറ്റ് മോറൽ കൺസിഡറേഷൻസ്. അതായത് sometimes offer ways to rank the relevant moral considerations in order to importance and provide a rough guidance in solving moral problems. അതായത് നമ്മൾ റാങ്കിങ് കൊടുക്കുകയാണ്, റിലവൻറ്റ് മോറൽ കൺസിഡറേഷൻസ് ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തിട്ട് റാങ്ക് ചെയ്യാണ്. അപ്പം നമുക്ക് മോറൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ കുറച്ചും കൂടി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇങ്ങനെയുള്ള എത്തിക്കൽ തിയറീസ് കുറേയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്സ് ടു റീച്ച് ബാലൻസ്ഡ് ആൻഡ് ഇൻസൈറ്റ്ഫുൾ ജഡ്ജ്മെൻറ്റ്സ്. അതായത് നമ്മളെന്താണ് മോറൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണല്ലോ. അതായത് ഈ തിയറീസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇൻസൈറ്റ്ഫുൾ ജഡ്ജ്മെൻ്റ് ഒക്കെ നമുക്ക് കുറേയധികം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ബൈ പ്രൊവൈഡിങ് ഫ്രെയിം വർക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് മോറൽ ആർഗ്യുമെൻറ്റ്സ് ദ തിയറി സ്ട്രെങ്തൻ അവർ എബിലിറ്റി ടു റീച്ച് ബാലൻസ്ഡ് ആൻഡ് ഇൻസൈറ്റ്ഫുൾ ജഡ്ജ്മെൻറ്റ്. അപ്പം നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ ഒക്കെ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് മെയിൻലി യൂസസ് ഓഫ് എത്തിക്കൽ തിയറീസ്. അപ്പം ഓവറോൾ പറയുവാണെങ്കിൽ നമ്മൾ ഏതൊക്കെ ഏരിയ, ഏത് പ്രൊഫഷനായാലും, നമ്മൾ ഡേ ടു ഡേ ലൈഫായാലും, സൊസൈറ്റിയിലായാലും, ഒരു ഓർഗനൈസേഷനിലായാലും കീപ്പ് ചെയ്യേണ്ട മോറൽ വാല്യൂസ് കീപ്പ് ചെയ്ത് നല്ല പേഴ്സൺസായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ ചാപ്റ്റർ 2 അല്ലെ മോഡ്യൂൾ 2ൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, താങ്ക് യു.